ഹായ്, ഗുഡ് മോർണിംഗ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ആ ഒരു തിരക്കുകളും ബഹളങ്ങളും അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ സ്വാതന്ത്ര്യം നമ്മൾ വീട്ടമ്മമാർക്ക് ഇന്ന് കിട്ടും. ഒരു ദിവസമെങ്കിലും ഉണ്ടോ? ഐ വാസ് തിങ്കിങ് എല്ലാ ദിവസങ്ങളിലും ഈ പറഞ്ഞ മാതിരി ഓഫീസിൽ പോകുന്നവർക്ക് സൺഡേസ് ഹോളിഡേയ്സ് ആണ്. സോ ഇഷ്ടത്തിന് ഉറങ്ങി വൈകി എണിച്ച് വന്ന് ഫുഡിന് മുമ്പിലോട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അന്നും ലീവൊന്നും ഇല്ല. ഞായറാഴ്ചയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി. കാരണം പള്ളി പോണേക്കാളും മുന്നേ എല്ലാ കൂട്ടം ചെയ്ത് വെച്ചും പോകണം. പിന്നെ അന്ന് ഇറച്ചി മീനും ഒക്കെ വാങ്ങും, ഇതെല്ലാം ഉണ്ടാക്കണം. ഇതെല്ലാം ഉണ്ടാക്കി എല്ലാവരും വയർ നിറച്ച് കഴിച്ചേച്ച് പോയി ഏമ്പൊക്കം വിട്ടേച്ച് സുഖമായി കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് സിങ്ക് നിറച്ച് പാത്രം ഉണ്ടാവും. ഇതെല്ലാം കഴുകി പറക്കി വന്നൊന്ന് കിടക്കുമ്പോഴേക്കും ചായയുടെ നേരവും. അങ്ങനെ രാത്രി 10:30-11 യൂഷ്വൽ ടൈം. അപ്പോൾ നമ്മളൊരു എൻ്റെ കാറ്റഗറിയിലുള്ളൊരു ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പം എല്ലാവരും പറയുന്ന ഒരു കോമൺ കാര്യം കേട്ടോ, ഈ മെനോപോസിനോടടുത്ത് ഒക്കെ എത്തിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ചേഞ്ചസും ക്ഷീണവും തളർച്ചയും നമുക്ക് ചിന്തിച്ചു വയ്ക്കാറില്ല. നമ്മുടെ പാരൻസ് അവരുടെ ഒരു ഫോട്ടോസിൽ നമ്മുടെ അമ്മമാർ നല്ല ദേഷ്യമായിരിക്കും. നമ്മളൊരു ചെറിയ കാര്യങ്ങൾ കുരുത്തക്കേട്, അത്യാവശ്യം കുരുത്തക്കേട് എനിക്കുണ്ടായിരുന്നു, ചെറിയ കുരുത്തക്കേട് കാണിച്ചാലും നല്ല ഒന്നാന്തരം അടി കിട്ടും. പാത്രമൊക്കെ ചിലപ്പോൾ പറന്നു വരും. ഈ അരിശമാണ് ബേസിക്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും ദേഷ്യപ്പെടാനും മാത്രം എന്നാ ഇവിടെ ഉണ്ടായേ. അപ്പം അപ്പോഴും നമുക്കറിയില്ല ഇങ്ങനെ ഒരു ഘട്ടമുണ്ടെന്നോ, അതിൻ്റെ ഹോർമോണൽ വ്യത്യാസങ്ങളും ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സമയമാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ അമ്മ യൂസ് ടു ടെൽ, ഞാനൊരാൾ മാത്രമേ ഉള്ളൂ, എന്തിനാ ഈ രണ്ടെണ്ണത്തിനെ എന്നും പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബിക്കോസ് ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ്സ്. വാഴ നട്ടാൽ മതിയായിരുന്നു എന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയാറുണ്ട് മിനിമം. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ദിവസം റെസ്റ്റ് കൊടുക്കണം കേട്ടോ. എന്നാത്രയാണെന്നറിയാമോ? അവർക്കും അവരുടെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു, ഒന്ന് ഗൗനിച്ചു എന്ന് അവർക്കും ഒന്ന് ഫീൽ ആവട്ടെ. ബി കൺസിഡറേറ്റ്. സൺഡേസ് ഈ പറഞ്ഞ മാതിരി കുക്ക് ചെയ്യണ്ട, നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമെന്ന് പറയാം. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവർക്കും റെസ്റ്റ് കൊടുക്കുക. അപ്പം ഇന്നത്തെ സ്വാതന്ത്ര്യം അമ്മമാർക്കും വീട്ടമ്മമാർക്ക്, ജോലിയുള്ളവരും ഇല്ലാത്തവരും ആയിക്കോട്ടെ. സൺഡേസ് ഇസ് എ ഹോളിഡേ ഫോർ എവ്രി വൺ. ലെറ്റ് ഇറ്റ് ബി. ഹാവ് എ വണ്ടർഫുൾ ഡേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ ഫോർ നൗ.